ആ അടി കത്തിലെ പൂട്ടിട്ട് പിടിക്കുക. കടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കത്രിയ പൂട്ട്. നമ്മുടെ മാർഷൽ ആർട്സ്, കരോട്ടെ, മാർഷൽ ആർട്സ് നമുക്കറിയില്ല. അതുപോലെ തന്നെ കുംഫു, ഒരുപാട് ആയോധന മൂക്കിന് നേരെ ഒരു ഇടി വന്നാൽ അടിപൊളി അടിപൊളി. ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മൂക്കി വരുന്നടി നോക്കിയോ, കലക്കി കേട്ടോ. ഞാൻ 103 വയസ്സിൽ വരെയും കളരി നടത്തിക്കൊണ്ടിരുന്നതാ. പിന്നെ ഇപ്പം പ്രായാധികമായതുകൊണ്ട് തൽക്കാലം നിർത്തി വെച്ചിരിക്കുക. നമ്മൾ നിർത്താൻ പോകുന്നില്ല അപ്പൂപ്പ. ഇനി നമ്മൾ അങ്ങോട്ട് തുടങ്ങാൻ അങ്ങോട്ട് ആരംഭിച്ച് അടിച്ചു കയറുക അല്ലേ. നമ്മുടെ കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ഏക കളരിയാശാൻ എന്ന് പറയാനൊരു കാര്യമുണ്ട്. 103 വയസ്സുള്ള കളരിയാശാന്മാർ ഒരുപാടുണ്ടേ. അതിൽ 103 വയസ്സുള്ള ഏക കളരിയാശാൻ നമ്മുടെ ജീവദാസൻ അപ്പൂപ്പനാണ്. ഒരുപാട് ആയോധന കലകൾ അറിയാവുന്ന അപ്പൂപ്പൻ. ചുവടുകൾ ഒരിക്കലും പിഴയ്ക്കാത്ത ആയോധന കലയിൽ കഴിവുള്ളതാണ് നമ്മുടെ ജീവദാസൻ. ഇന്ന് നമ്മുടെ ജീവദാസൻ അപ്പൂപ്പന്റെ വിവരങ്ങൾ സ്നേഹപൂർവ്വമുള്ള അല്ലേ, സ്നേഹത്തോടെയുള്ള സ്നേഹമാണ് ഏറ്റവും വലുത്. 103 വയസ്സുള്ള ജീവദാസൻ അപ്പൂപ്പന്റെ സ്നേഹത്തിൽ നിറഞ്ഞ നമുക്ക് കുറച്ച് ആയോധന കലകൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ആയോധന കലയുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി ഒരുപാട് മാർഷൽ ആർട്സ്, കുംഫു, അതുപോലുള്ള നിരവധി പ്രഗത്ഭരായ മാഷുമാരുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൂപ്പ ഒരു കളരി ഇടിയോടുകൂടി തുടങ്ങാം. ഒരു അടി കൊടുക്കുക. അപ്പം കളരി അടിച്ചു, ഞാൻ ഇടിക്കാം. അങ്ങോട്ട് അടിച്ചു, ഒരു സാധനം അങ്ങോട്ട് കൊടുത്തു, ഇടിച്ചു, അടിച്ചു അടിച്ചു, ഞാൻ ഒരടി. അരുവികളും പൊൻകതിരുകളുലയണ വയലുകളും മലനിരകളും ഉയർന്ന കടലും നിറഞ്ഞ കേരളം എന്റെ അഭിമാനം. തെങ്ങോലകൾ നിറയും തറവാട്, മതമതിലുകളില്ലാത്തൊരു നാട്. ഇനി ഒരേ സ്വരത്തിൽ നമ്മളിൽ ഉയരും മലയാളം എന്റെ അഭിമാനം. ചങ്കിൽ തുടികൊട്ടി ഉണരുന്ന കേരളം എന്റെ അഭിമാനം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, 103 വയസ്സുണ്ട്. ചെറുപ്പകാലത്തൊക്കെ ഒരാൾ പോലെ അപ്പൂപ്പന്റെ അടുത്ത് വരത്തില്ല. ഈ നാട്ടിലുള്ളവർക്കെല്ലാം അപ്പൂപ്പനെ പേടിയായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ ജീവദാസൻ അപ്പൂപ്പ. അപ്പൂപ്പ കുറച്ച് പിന്നെ അടവുകൾ പറഞ്ഞു അപ്പൂപ്പ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അടവുകള് ഞാൻ ഇടിച്ചോട്ടെ സുഹൃത്തുക്കളെ. ഇത് നമ്മൾ അപ്പൂപ്പനെ ഇടിക്കുവല്ല, നമുക്കിത് പഠിക്കാൻ വേണ്ടിയാണ്. നോക്കിയോ, കമോൺ. ആദ്യം തട്ടുക, മാറി നിൽക്കുക, മറ്റേ കൈക്ക് വരുന്ന ഇടി ഇങ്ങോട്ട് തട്ടിക്കളയുക. വീണ്ടും മറ്റേ കൈക്ക് അടി വന്ന് പുറം കൈക്ക് പിടിക്കുക, ഇടി കൊടുക്കുക. പിന്നെ അടി കൈയുടെ വെള്ളം നൂത്തടി വന്ന് ആ അടി പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, പിടിച്ച് ചിരിച്ച് ഇടി കൊടുക്കുക. പിന്നെ വീണ്ടും ആ കൈക്ക് തന്നെ അടി വന്ന് ഇങ്ങനെ പിടിക്കുക, പിടിച്ച് അവിടെ ഇരുത്തുക. പിന്നെ അടിച്ചോ, ആ അടി കത്തിലെ പൂട്ടിട്ട് പിടിക്കുക. കടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കത്രിയ പൂട്ട്. നമ്മുടെ മാർഷൽ ആർട്സ്, കരോട്ടെ, മാർഷൽ ആർട്സ് നമുക്കറിയില്ല. അതുപോലെ തന്നെ കുംഫു, ഒരുപാട് ആയോധന. മൂക്കിന് നേരെ ഒരു ഇടി വന്നാൽ അടിപൊളി അടിപൊളി. ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മൂക്കി വരുന്നടി നോക്കിയോ, കലക്കി കേട്ടോ. എന്നിട്ട് കലക്കി കേട്ടോ. 103 വയസ്സിലും നമ്മള് പറപ്പടിയാണ് അപ്പൊ. അപ്പൊ അത് കാലുകൊണ്ടുള്ള ചവിട്ട്, കാലുകൊണ്ടുള്ള അടി, സുഹൃത്തുക്കളെ പുറംകാലിനുള്ള അടി വന്നാൽ അപ്പനെ ചവിട്ടുമല്ല, ചുമ്മാ ഒന്ന് കാണിക്കുവാണ്. അടി പിടിക്ക് പൂക്കി അങ്ങ് വിടുക. അങ്ങനെ ഒരുപാട് അഭ്യാസങ്ങൾ അപ്പൂപ്പൻ്റെ. ഇനി കറങ്ങി വേറെ കടലിലെ വേറെ സംഭവം കാണിച്ചേ. കളരിയില് പിന്നെ കറങ്ങി വന്ന അടി, ഒരടി വരട്ടെ, ആ അടിക്ക് പിടിച്ച് കറങ്ങി മുടിയാണ് നമ്മുടെ പിടിയെടുക്കുക. പിന്നെ വീണ്ടും കളരിയിലെ ഒരു മെയിൻ സംഭവമാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് കുത്തി പിടിച്ചടിക്കുക. കാലുകൊണ്ടുള്ള ഒരു കിക്ക് കൊടുത്തേ പോവാ. കാലുകൊണ്ട് നമ്മൾ അടിക്കുന്നതേ, ആ അടി ഏത് സൈസ് ആയിരിക്കണമെന്നറിയോ? ഈ പുറംകാലിന്
അടി വരണം. ഒന്ന് അപ്പം അടിച്ചേ. ഇങ്ങനെ ഉള്ള അടി. അടിപൊളി. പുറംകാലം കൊണ്ട് പൊക്കി അടിക്കണം, സൈഡ് നോക്കി അടിക്കണം. അങ്ങനെ നമ്മുടെ പിന്നെ സുഹൃത്തുക്കളോട്, പ്രിയപ്പെട്ട ഇപ്പോഴത്തെ പിള്ളേരോട് പറയുന്ന ആയോധന കലയെ കുറിച്ച് അവർ പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയല്ലയോ ആയോധന കല? എന്നാ പഠിച്ചു വെച്ചേക്ക് ആകാവൂ. അത് കൃത്രിമമായിട്ട് പെരുമാറാൻ പാടില്ല. അപ്പം പറഞ്ഞത് നമ്മുടെ ആയോധനകൾ പഠിക്കുന്ന, കലകൾ പഠിക്കുന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. പക്ഷെ അത് വെറുതെ പ്രയോഗിക്കരുത്. നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം, അല്ലാതെ അഹങ്കാരമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. നോട്ട് ദ പോയിന്റ്. ഇങ്ങോട്ട് പറഞ്ഞ അപ്പൂപ്പ. അല്ലേ, നമ്മള് ഒരു തൊഴിൽ പഠിച്ചു വെക്കുന്നത് മറ്റൊരാൾക്ക് ഉപദ്രവിക്കാൻ ആയിരിക്കരുത്. നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. നമ്മള് 103 വയസ്സുള്ള നമ്മുടെ ജീവദാനസര അപ്പൂപ്പന്റെ ഇത്രയും നാളത്തെ ആയോധന കലയിൽ ഒരുപാട് കടമ്പാൽ കടന്നയാണ് ഇദ്ദേഹം. വലിയൊരു കളരിയാശാനാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞ ഇത് ആയോധനകൾ പഠിക്കുന്നത് നല്ലതാണ്. ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മുടെ ആയോധന കലയിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതുപോലെ ഒരുപാട് കേരളത്തിലെ ഒരുപാട് പ്രഗത്ഭരായ മാഷുമാരുണ്ട്. അന്നേരം നമുക്കല്ലയോ ഉണ്ട് ശിഷ്യന്മാര് കണ്ടവാനുണ്ട് ഇഷ്ടം പോലെ. അന്നേരം നമുക്ക് അവരുടെ എല്ലാം വിശേഷങ്ങൾ നമ്മുടെ അപ്പൂപ്പന്റെ വീഡിയോ പോലെ തന്നെ എല്ലാവരുടെയും വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പൂപ്പ അപ്പൊ നല്ലൊരു ഫൈറ്റോട് കൂടി, ഒരു ഇടിയോട് കൂടി നമ്മൾ നിർത്താം. ഒരു ഇടി കൊടുക്കും. അങ്ങോട്ടും കൊടുത്തു. അടിച്ചോ. ഇടി